ഇതിന് പണമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾക്ക് ഞാൻ പറയാം, പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സൂത്രവിദ്യ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതൊന്നും ഇപ്പൊ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇല്ല കേട്ടോ. അതൊന്നും ഇപ്പൊ ബഡ്ജറ്റ് പ്രസംഗത്തിലില്ല. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വി ഡി സതീശന്റെ പ്രസിദ്ധമായിട്ടുള്ള പോഡ്കാസ്റ്റുകളിൽ 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശികയുണ്ട്. അത് പിരിക്കുന്നതിൽ LDF വലിയ ഉപേക്ഷയാണ് കാണിച്ചിരിക്കുന്നത്. അത് പിരിച്ചാൽ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇപ്പൊ എത്രയാ കുടിശ്ശിക പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഇനത്തിൽ ബാലഗോപാലന്റെ ബഡ്ജറ്റ് പറഞ്ഞതിനേക്കാൾ 1 പൈസ കൂടുതൽ പിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുടിശ്ശിക പിരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ചെയ്തിരിക്കുന്നത് കുടിശ്ശിക എഴുതിത്തള്ളല. 2 ലക്ഷം രൂപ വരെയുള്ള 2017-18 അങ്ങ് 50-60 കാര്യമല്ല, 2017-18 മുമ്പുള്ള എല്ലാ നികുതി കുടിശ്ശികയുടെയും മുതലും പലിശയും പിഴപ്പലിശയും എല്ലാം എഴുതിത്തള്ള, ഒന്നും തരണ്ട. ഇതുപോലെ തന്നെയാണ് പ്രളയ സെസ്. 2018-19 കാലത്തെ പ്രളയത്തിന് മേലുള്ള സെസ് അത് ഒത്തിരി പേര് തന്നില്ല, അതും വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇപ്പൊ കുടിശ്ശിക പിരിക്കാൻ ഇറങ്ങിയ ആളിപ്പോ കുടിശ്ശിക എഴുതിത്തള്ളുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 1, സ്വർണത്തിൽ നിന്ന് മാത്രം 15,000 കോടി രൂപ അധികം പിരിക്കാന്നാ പറഞ്ഞിരുന്നത്. 600 കോടിയാണ് ഇപ്പോഴുള്ള വരുമാനം. 15,000 കോടി, 1 പൈസ കൂടുതൽ നേരത്തെ വകയിരുത്തുന്നതിനേക്കാൾക്ക് പിരിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാട്ടെ. സംസ്ഥാനത്തിന് GST 2 തരത്തിലുള്ള നികുതിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കച്ചവടത്തിന് മേൽ ചുമത്തുന്ന SGST, അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേൽ ചുമത്തുന്ന IGST. അതില് 25,000 കോടി രൂപ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാരിന്റെ പിടിപ്പേട് കൊണ്ടാണ് എന്നായിരുന്നു വി ഡി സതീശൻ ഉന്നയിച്ചിരുന്ന വലിയൊരു ആക്ഷേപം. ഈ ബഡ്ജറ്റ് പ്രസംഗം ഒന്ന് വായിച്ചു നോക്ക്. IGST കൂടുതൽ കാര്യക്ഷമമായിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാചകം ഉണ്ടോ? ആകെ ഉള്ള എന്താ അറിയാമോ? ആകെ ആ തലവാചകത്തിന് എഴുതി കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾക്ക് അനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിലും വരുത്തും. IGST പിരിച്ചത് തന്നെ. ഇനിയാണ് ആകെ കുറച്ച് വരുമാനം കൂടുതൽ മേടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ലോ ആൽക്കഹോളിക് ബിവറേജസിന്റെ മേലുള്ള നികുതിയാണ്. ഞാൻ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇത് വമ്പൻ അഴിമതിയാണ് കേട്ടോ. കഴിഞ്ഞ സർക്കാർ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഹോർട്ടി വൈൻ എന്നൊരു കാറ്റഗറി ഉണ്ടാക്കി. കേരളത്തിലെ കൃഷിക്കാര് വൈനും അല്ലെങ്കിൽ ബിയറൊന്നും അല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ബിവറേജസ്, അതിന് 86% നികുതി കൊടുത്താൽ മതി. 200-200 നികുതിയൊന്നും വേണ്ട, 86% നികുതി കൊടുത്താൽ മതി. അപ്പൊ കൃഷിക്കാർക്കൊരു സഹായം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ലോ ആൽക്കഹോളിക് ബിവറേജസിന്റെ നിർവചനം എന്താ? വൈനും ബിയറും അല്ലാതെ ഉള്ള എല്ലാം 20% താഴെ വരുന്ന അതിൽ വരും. അപ്പൊ ഹോർട്ടി വൈനാണ് നമ്മൾ ഇളവ് കൊടുത്തത്.
അന്ന് ബക്കാർഡി കമ്പനി കേരളത്തില് ഞങ്ങൾ ഉണ്ടാക്കുന്ന വൈനുകളും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് അത് വീര്യം കുറഞ്ഞതാണെങ്കിൽ ഈ നികുതി നിരക്കിൽ 86% വിൽക്കാൻ അനുവദിക്കണം. കൊണ്ടുവരണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം, ലൈസൻസ് വേണം. GST കമ്മീഷണർ പറഞ്ഞു ഹോട്ടി വൈനേ ഉള്ളൂ, നിങ്ങൾ ഉണ്ടാക്കുന്ന മദ്യങ്ങളൊക്കെ അതിനേക്കാൾ കൂടുതൽ വീര്യമുള്ളതാണ്, ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള അണ്ട് ലൈസൻസ് തരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറഞ്ഞൊരു ഇനം ഉണ്ടല്ലോ, അതിൽപ്പെടുത്തിയാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോട്ടി വൈൻ ആ ഇനത്തിൽപ്പെട്ടതല്ല, വേറൊരു ഇനം തന്നെയാണ്. മറ്റേ ലോ ആൽക്കഹോളിക് ബിവറേജസിന് നികുതി നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്യണു. ഈ ബഡ്ജറ്റില് നികുതി നിശ്ചയിച്ചു കൊടുത്തിരിക്കുക. ബക്കാർഡി കമ്പനിയും മറ്റ് കോർപ്പറേറ്റ് കമ്പനികളും ഉയർത്തിയ പ്രശ്നം അങ്ങ് ലളിതമായിട്ട് പരിഹരിച്ചു കൊടുക്കുന്നു. എത്ര അഴിമതി! 1000 കോടിയുടെ മാർക്കറ്റിലൊക്കെ തുറന്നു കൊടുക്കുമ്പോ എത്രയായിരിക്കും അഴിമതി നിങ്ങൾ ആലോചിക്കാം. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലെ 309-ാം ഖണ്ഡികയിലാണ് ഈ നികുതി നിശ്ചയിച്ച കാര്യം പുതിയ പറയുന്നത്. 307-ാം ഖണ്ഡിക എടുത്ത് വായിക്കണം. കഴിഞ്ഞ സർക്കാർ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്നൊരു പുതിയ ഇനം കൊണ്ടുവന്നു. അതിൽ പെട്ടിട്ടാണ് 86% കൊടുത്തതെന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. അത് ഹോട്ടി വൈനാണ്. ഹോട്ടി വൈൻ എന്നൊരു വാക്ക് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലുണ്ടാ. ഈ പേര് പറഞ്ഞ് ലോ ആൽക്കഹോളിക് ബിവറേജസിനൊക്കെ രണ്ടായിട്ട് തിരിച്ച് 120% വിൽപ്പന നികുതി 10% താഴെയാണെങ്കിൽ, പിന്നെ 175% നികുതി 20% താഴെയാണെങ്കിലും ഇത് അഴിമതി അല്ലെങ്കിൽ പിന്നെന്ത്? നേരെ വാ പരിപാടിയാണെങ്കിൽ ഈ 307-ാം ഖണ്ഡികയുടെ ആവശ്യമുണ്ട്. അപ്പോ ഈ ഇളവ് കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളൊക്കെ വീര്യം കുറഞ്ഞ മദ്യം കുടിച്ച് ശീലിപ്പിക്കാനല്ല. നികുതി ഇളവ് കൊടുത്ത് കേരളത്തിലെ കൃഷിക്കാരെ കൊണ്ട് ഏറ്റവും വീര്യം കുറഞ്ഞത് 15% ഒന്നും അല്ല ടാസാണ്, ഇതിൽ 10%, 5% താഴെ വരുന്ന ഒരു ഭക്ഷ്യപദാർത്ഥങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന, ഫ്രൂട്ട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന, നമ്മുടെ ചക്കയായാലും മാങ്ങയായാലും ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഹോട്ടി വൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ചട്ട ഭേദഗതി കേരളത്തിലെ വീര്യം കുറഞ്ഞ മദ്യം, കോർപ്പറേറ്റ് മദ്യം ഒഴുക്കാനുള്ള ഉപായമായിട്ട് ഈ ബഡ്ജറ്റ് മാറ്റിയിരിക്കുകയാണ്.